കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചയുടെ അവകാശം ഉറപ്പാക്കാൻ ഒറ്റയാൾ നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ചാണ്ടിയുമ്മൻ. ചാണ്ടിയുമ്മനെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതിൻ്റെ ആദ്യ പടി എന്നോണം ചില തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചന. കോൺഗ്രസിനുള്ളിൽ ചാണ്ടിയുമ്മനെതിരെ പടയൊരുക്കത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇത് തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചാണ്ടിയുമ്മനെ നേരിട്ട് വിളിച്ച് തന്നെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പാർട്ടി അറിയിക്കാതെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന ശക്തമായ താക്കീത് നൽകിയതായാണ് വിവരം. അതിനിടെ ചാണ്ടിയുമ്മനെ ഒതുക്കാൻ പുതുപ്പള്ളി ഹൗസിൽ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നതെന്നാണ് സൂചന. ചാണ്ടിയുമ്മൻ്റെ സഹോദരി അച്ചു ഉമ്മനെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ചാണ്ടിയുടെ പേരാണ് നിർദ്ദേശിച്ചത്. ഇതിൽ അച്ചു ഉമ്മന് അമർഷമുണ്ടായിരുന്നു. ഇത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ബോധ്യപ്പെട്ടതുമാണ്. പിന്നാലെയാണ് അച്ചു ഉമ്മൻ വിദേശത്തേക്ക് മടങ്ങിയത്. അവരെ നാട്ടിലെത്തിച്ച് സംഘടനാ ചുമതലകൾ നൽകുക വഴി ചാണ്ടിയുമ്മനുള്ള ആദ്യ വെടി പൊട്ടിക്കാമെന്ന് നേതൃത്വം കണക്കൂട്ടുന്നുണ്ട്. ഇത് ചാണ്ടിയുമ്മനും ബോധ്യപ്പെട്ടതോടെയാണ് പ്രതിരോധമെന്നോണം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത നീക്കവുമായി ചാണ്ടിയുമ്മൻ മുന്നോട്ടു പോയത്. അതിൻ്റെ തുടർച്ചയായി യുവനേതാക്കളെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളിൽ നിന്നും പരമാവധി മാറ്റി നിർത്തുകയായിരുന്നു ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അകറ്റി നിർത്തിയിരുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു പ്രവർത്തനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചത്. പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചയും തൻ്റെ കയ്യിൽ തന്നെ നിർത്താനുള്ള നീക്കമാണ് ഇതിലൂടെ ചാണ്ടി നടത്തിയതെന്നാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ചാണ്ടിയുമ്മനെ നീക്കിയതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരായ നീക്കത്തിന് വേഗം കൂടിയത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിനു പിന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണെന്നാണ് ചാണ്ടിയുമ്മൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയ പരിപാടിയിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനം പല വേദികളിലും ഉയർന്നത് ഈ നീക്കത്തിൻ്റെ ഭാഗമാണ്. ചാണ്ടിയുമ്മൻ പക്ഷക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിൽ ഈ വേദികളിൽ നേതാക്കളെ വിമർശിച്ച് നടത്തിയ പ്രസംഗവും ചർച്ചയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിൽ നിന്ന് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചാണ്ടിയുമ്മൻ അംഗീകരിച്ചിരുന്നില്ല. എ ഗ്രൂപ്പുമായി ഭിന്നിച്ചു നിന്നാണ് ചാണ്ടിയുമ്മൻ പക്ഷം വോട്ട് ചെയ്തത്. എന്നിട്ടും രാഹുൽ പ്രസിഡന്റായി. ഇതോടെയാണ് ചാണ്ടിയുമ്മനും സംഘവും സംഘടനയിൽ വിമതപക്ഷത്തായത്. ഔട്ട്റീച്ച് സെല്ലിൻ്റെ അധ്യക്ഷ പദവിയായിരുന്നു യൂത്ത് കോൺഗ്രസിൽ സംഘടനാ പ്രവർത്തനത്തിനുള്ള പിടിവള്ളി. എന്നാൽ ഇതുകൂടി നഷ്ടപ്പെട്ടതോടെയാണ് പ്രത്യക്ഷമായ ഗ്രൂപ്പ് പ്രവർത്തനം ചാണ്ടിയുമ്മൻ ആരംഭിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പുതുപ്പള്ളി ഭാഗങ്ങളിൽ ഉയർത്തിയ പോസ്റ്ററുകളും ബോർഡുകളും ചാണ്ടിയുമ്മൻ പക്ഷം നീക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ പരമ്പരാഗത എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് ചാണ്ടിയുമ്മൻ്റെ നീക്കങ്ങളെല്ലാം. ഇതിൽ ഉമ്മൻചാണ്ടിയോട് എല്ലാ കാലത്തും അടുത്ത് നിന്ന KC ജോസഫ്, ബെന്നി ബെഹനാൻ, MM ഹസൻ എന്നീ നേതാക്കളുമായി ഒരു കൂടിയാലോചനയ്ക്ക് പോലും ചാണ്ടിയുമ്മൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചതും വേദിയിൽ വെച്ച് പ്രശംസിച്ചതും പാർട്ടിയിൽ വലിയ മുറിവുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ ഒരു പരിപാടിയിൽ പോലും ക്ഷണിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ലീഡേഴ്സ് സബ്മിറ്റ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച ദിവസം സുധാകരൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്നാൽ പരിപാടിയിൽ ക്ഷണിച്ചില്ല. അനുസ്മരണ പരിപാടികളിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ കോൺഗ്രസിനെയും നേതാക്കളെയും ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിച്ചിരുന്നു. സോളാർ ആരോപണ സമയത്ത് കുടുംബം തകർന്നപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്ന് മറിയാമ്മ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു. കോൺഗ്രസിനുള്ളിൽ നിന്നും ഉമ്മൻചാണ്ടിയെ പിറകിൽ നിന്ന് കുത്തിയെന്ന സന്ദേശമാണ് ഈ പ്രസംഗങ്ങളിൽ നിറഞ്ഞത്.